പിന്നെ ഒരു ക്യാരറ്റ് ഹലുവ വേണം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് ക്യാരറ്റ് ഹലുവ, ക്യാരറ്റ് 1 കിലോ ക്യാരറ്റാണിത്. ഒരു 1 ജീവി എടുത്തതാണിത്. നന്നായി കഴുകി വൃത്തിയായി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാല്, 1/2 ലിറ്റർ പാല് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ പാലാണിത്. തുള്ളി വെള്ളം വീത്തി കഴുകിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ. നമുക്ക് അതിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതൊന്ന് തിളക്കട്ടെ. ഇതൊരു സ്പെഷ്യൽ ക്യാരറ്റ് ഹലുവയാണ്. നമ്മളെ ക്യാരറ്റ് ഹലുവ ഇവിടെ തിളച്ച് അത് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി ചേർത്തിട്ട് നെയ്മൊന്ന് കുറച്ച് വെക്കട്ടെ. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണത് 1 തേങ്ങയുടെ പാലാണിത്. 1 തേങ്ങയുടെ പാല്, ഇത് 2ാം പാലാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കണത്. 1ാം പാൽ അവിടെ ഉണ്ട്. നമ്മള് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുള്ളൂ. ഇതാകുമ്പോ തേങ്ങാപ്പാൽ ചേർത്താൽ നമുക്ക് പശുവിൻ പാല്, പാക്കറ്റ് പാല് അധികം വേണ്ട. ഒരു 1/2 ലിറ്ററിന്റെ പാലാണല്ലോ ഞാൻ ഇതിൽ ചേർത്തിരിക്കണത്. അതിന് പോരാത്തതിനാണ് 1 തേങ്ങയുടെ പാല് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇനി ഇത് വേവട്ടെ ഇതിലിരുന്നിട്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ അത് വേവുമ്പോഴേക്കും റെഡിയാക്കാം. നമ്മുടെ ക്യാരറ്റ് ഹലുവ അങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. ഒന്നുകിൽ അടുക്കളയിൽ തന്നെ ഉണ്ടാവണം, ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇളക്കിയിരുന്നു, നിങ്ങള് വീഡിയോ പിടിച്ചില്ല എന്നുള്ള ഇളക്കണം. 2ാം പാലാണ്, തേങ്ങയുടെ 2ാം പാലാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. 1ാം പാല് ഞാൻ അടുത്ത് മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അത് ലാസ്റ്റേ ചേർക്കുള്ളൂ. ഇപ്പൊ നമുക്ക് ഇതില് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണിത്, ടീ കപ്പാണ്. ഇതിലൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കുറവുള്ളവർക്ക് കുറച്ച് മധുരം കുറക്കട്ട. ഞാൻ ഫുള്ള് ഇടുന്നില്ല, 1 കപ്പ് എടുത്തെങ്കിലും കൂടി ഫുള്ള് ഇടുന്നില്ല. ഒന്ന് മധുരം നോക്കട്ടെ. ഷുഗർ പേഷ്യന്റ് ആണ് ഞാന്. പിന്നെ മധുരം കുറഞ്ഞോട്ടെ അല്ലേ, ഷുഗർ കൂടേണ്ടതൊക്കെ കഴിച്ചിട്ട്. നമുക്ക് ബാക്കിയുള്ള ഇവിടെ വെക്ക, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മധുരം നോക്കിയിട്ട് ഒരു നുള്ളുപ്പ് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റിന് മധുരമുള്ളതിന് കുറച്ചൊരു ഉപ്പ് കൂടി ഉണ്ടായാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ മധുരം ഒന്ന് നോക്കുക, മധുരം ഉണ്ടാകും. മധുരം കുറച്ച് കുറവാട്ടോ. മധുരം ഉണ്ട്, പക്ഷെ ഇത്തിരി കൂടി മധുരം വേണം. കാരണം എന്റെ ഭർത്താവിന് നല്ല മധുരം വേണം. മൂപ്പരൊരു മധുരപ്രിയനാണ്. ഷുഗറൊന്നും ഇല്ല അദ്ദേഹത്തിന്. അപ്പോ മധുരം ഇത്തിരി കൂടി വേണം. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ക്യാരറ്റ് ഹലുവ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. നല്ലോണം വറ്റിയിരിക്കുന്നു. ഞാൻ വെന്ത് മധുരമൊക്കെ പാകമാണ്. നല്ലോണം വറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് 1ാം പാലിൽ ഞാൻ 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 1ാം പാലിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1ാം പാലാണിത്. 1 തേങ്ങയുടെ 1ാം പാലാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ 1ാം പാൽ ഇട്ടിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിരിഞ്ഞിട്ടിരിക്കുന്നത്. നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇളക്കുക, വീണ്ടും ഇളക്കുക. നന്നായി ഇളക്കി ചേർക്കുക. ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. വേഗം ഏലക്കായ വേഗം പൊടിയാൻ. അപ്പൊ അത് അതിക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാട്ടോ. ചൂടാറിയത് കട്ടിയാവും. അപ്പൊ നമുക്ക് മുറിച്ച് കഷ്ണമായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. ചൂടാറുന്നതോടുകൂടി ഇത് കട്ടിയായിക്കോളും. അപ്പൊ ഈ പാരുവത്തിലാണ് ഞാൻ ഓഫ് ചെയ്തേക്കുന്നത്. ചൂടാറിയിട്ട് കട്ടിയായാലും നമുക്ക് മുറിച്ചിട്ട് അപ്പൊ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ക്യാരറ്റ് ഹലുവ ഇവിടെ റെഡി ആയിരിക്കണം. ഇത് സ്പെഷ്യൽ ക്യാരറ്റ് ഹലുവയാണ്. തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടുള്ള ഒരു ക്യാരറ്റ് ഹലുവയാണ്. അപ്പൊ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക.